നമസ്കാരം. അവ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് ഒടുവിൽ തമിഴ്നാട്ടിൽ TVKക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാർ രൂപീകരണത്തിനായി വിജയ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കാണും. 108 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKയെ സർക്കാർ രൂപീകരണത്തിന് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചാണ് കോൺഗ്രസ് DMK സഖ്യം വിട്ടത്. വൈകിട്ട് 3 മണിയോടെ കൂടിക്കാഴ്ച നടത്തി സർക്കാർ രൂപീകരണത്തിന് വിജയ് അവകാശവാദം ഉന്നയിക്കും. സർക്കാർ രൂപീകരണത്തിന് മാത്രമല്ല ഭാവിയിലെ തിരഞ്ഞെടുപ്പുകളിലും ഈ സഖ്യം തുടരുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേന്ദ്രത്തിലും ഇത് വലിയ മാറ്റങ്ങൾക്ക് വഴിത്തിരിവാകും. TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് നടപടി പിന്നിൽ നിന്നുള്ള കുത്താണെന്ന് നേരത്തെ DMK ആരോപിച്ചിരുന്നു. ഭരണഘടനാ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷവും പുരോഗമനപരവും ജനക്ഷേമപരവുമായ ഒരു സർക്കാരിന് വേണ്ടി തമിഴ്നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കൾ, വ്യക്തവും ശക്തവും ഉജ്ജ്വലവുമായ ഒരു വിധി നൽകിയിരിക്കുകയാണ്. രാജ്യത്തെ മതനിരപേക്ഷ പുരോഗമന ജനക്ഷേമ രാഷ്ട്രീയത്തിന്റെ സ്ഥാപക പാർട്ടിയാണ് കോൺഗ്രസ്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഈ ജനവിധിയെ ബഹുമാനിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും അത് നടപ്പിലാക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നത് ഞങ്ങളുടെ ഭരണഘടനാപരമായ കടമയാണ്. അതുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് TVKക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ തീരുമാനിച്ചു എന്നാണ് തമിഴ്നാട് കോൺഗ്രസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചത്. പരസ്പര ബഹുമാനം, അർഹമായ പങ്കാളിത്തം, ഉത്തരവാദിത്തം എന്നിവയിൽ അധിഷ്ഠിതമായ സഖ്യം സർക്കാർ രൂപീകരണത്തിന് മാത്രമല്ല വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, ലോക്സഭ, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിലും തുടരുമെന്ന് തമിഴ്നാട് കോൺഗ്രസ് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്രിക്കഴകത്തിന്റെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട വിജയ് മന്ത്രിസഭയുണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ച് ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. പെരുമ്പൂർ, തിരുച്ചി ഈസ്റ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വിജയിച്ച വിജയ് തിരുച്ചിയിലെ MLA സ്ഥാനം രാജിവെക്കുമെന്ന് യോഗത്തെ അറിയിച്ചു. 108 സീറ്റുള്ള TVKയുടെ അംഗബലം ഇതോടെ 107 ചുരുങ്ങും. 234 അംഗ സഭയിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നതിന് 118 സീറ്റാണ് വേണ്ടത്. 5 സീറ്റുകളുള്ള കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ചെറു കക്ഷികളുടെ സഹായത്തോടെ ലക്ഷ്യത്തിലെത്താനാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കാത്ത വർഗീയ ശക്തികളെ ഈ സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള പ്രതിബദ്ധതയ്ക്ക് വിധേയമായിട്ടായിരിക്കും തങ്ങളുടെ പിന്തുണയെന്നും കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. 5 സീറ്റ് നേടിയ കോൺഗ്രസ് തമിഴ്നാട്ടിൽ DMK സഖ്യം വിട്ടതോടെ ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിനും ഇത് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. 234 അംഗ തമിഴ്നാട് നിയമസഭയിൽ ഭൂരിപക്ഷത്തിന് 118 MLAമാരുടെ പിന്തുണ വേണം. TVK 108 സീറ്റുകളാണ് നേടിയത്. DMK നേതൃത്വത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് 5 സീറ്റുകൾ നേടി. ഇവരുടെ പിന്തുണ ലഭിക്കുന്നതോടെ സീറ്റുകളുടെ ആകെ എണ്ണം 113 ആയി. മറ്റ് പ്രധാന DMK സഖ്യകക്ഷികളായ CPI 2 സീറ്റുകൾ, CPM 2 സീറ്റുകൾ, VCK 2 സീറ്റുകൾ എന്നിവരുടെ പിന്തുണ ലഭിക്കാനും വിജയ് നീക്കം നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് MLAമാരുടെ പിന്തുണ തേടിയെങ്കിലും ലീഗ് MLAമാർ സ്റ്റാലിനൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കി. എന്നാൽ വോട്ടെടുപ്പിൽ നിന്ന് DMK വിട്ടുനിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിജയുടെ TVKയുമായി സഖ്യമുണ്ടാക്കണമെന്ന വേണുഗോപാലിന്റെ പഴയ നിർദ്ദേശങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ മാറിമറിയുന്നത്. DMK സഖ്യം വിട്ട് വിജയ്ക്കൊപ്പം നിൽക്കാനുള്ള ഹൈക്കമാൻഡ് നീക്കം തമിഴ്നാടിന് പുറമെ അയൽ സംസ്ഥാനങ്ങളിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. നേരത്തെ തമിഴ്നാട് സന്ദർശിച്ച വേണുഗോപാൽ ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ വിജയുമായിട്ടുള്ള സഖ്യത്തിന്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞിരുന്നു. DMK സർക്കാർ നേരിടുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം തിരിച്ചറിഞ്ഞ അദ്ദേഹം കോൺഗ്രസിന്റെ ഭാവി തമിഴ് മണ്ണിൽ സുരക്ഷിതമാക്കാൻ വിജയുടെ ജനപ്രീതി പ്രയോജനപ്പെടുത്തണമെന്ന് വാദിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായിട്ടുള്ള വൈകാരിക ബന്ധത്തിന് മുൻഗണന നൽകി അന്ന് DMK സഖ്യത്തിൽ ഉറച്ചു നിൽക്കാനായിരുന്നു പാർട്ടിയുടെ ഭൂരിപക്ഷ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വേണുഗോപാലിന്റെ നിരീക്ഷണം അക്ഷരാർത്ഥത്തിൽ ശരിയാവുകയായിരുന്നു. ഭരണവിരുദ്ധ തരംഗത്തിൽ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള DMK നേതാക്കൾക്ക് കാലിടറി. കോൺഗ്രസിനും തമിഴ് മണ്ണിൽ വലിയ നഷ്ടം സംഭവിക്കുകയും സീറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ചെയ്തു. സ്റ്റാലിന്റെ ജനപ്രീതിയിലുണ്ടായ ഇടിവ് കോൺഗ്രസിനെയും പ്രതികൂലമായി ബാധിച്ചുവെന്ന യാഥാർത്ഥ്യം ഇപ്പോൾ പാർട്ടി നേതൃത്വം തിരിച്ചറിയുകയാണ്.